ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ IAS അക്കാഡമി. നമ്മളിന്ന് മുതൽ എക്കണോമിക്സിൻ്റെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ആണ്. ഓക്കെ, എക്കണോമിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. ഓക്കെ, അതിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട് തന്നെ ആയിക്കോട്ടെ, ഓക്കെ, അവരെങ്ങനെയാണ് അവരുടേതായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതെന്നും നമ്മുടെ സമൂഹത്തിൽ വരുന്ന പ്രൈസിൻ്റെ ചേഞ്ചസ് ഉണ്ട്, അത് ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ ഡീഫ്ലേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ വരുന്ന പണത്തിൻ്റെ മൂല്യത്തിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇവരെങ്ങനെയാണ് ഇവരുടേതായിട്ടുള്ള ജീവിതചര്യകളിൽ മാറ്റം വരുത്തുന്നതെന്നും ഇവരെങ്ങനെയാണ് അത് ചെലവഴിക്കുന്നതും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, അത് ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ, അല്ല എങ്കിൽ ഈ പറയുന്ന ഒരു വീടോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഇതായിക്കോട്ടെ, ഓക്കെ, അവരെങ്ങനെയാണ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർ ഈ പറയുന്ന അവരുടെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതെന്നും ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇൻഫ്ലേഷനും ഡീഫ്ലേഷൻ്റെ സമയത്ത് പണത്തിൻ്റെ മൂല്യത്തിന് വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവരവരുടെ പണം ചെലവഴിക്കുന്നതും കാര്യങ്ങൾക്കൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു, അവരുടെ റിസോഴ്സ് അലോക്കേഷനൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, നമുക്ക് പഠിക്കേണ്ടത് എന്താണ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ്. ഓക്കെ, ദെൻ നമുക്ക് മാക്രോ എക്കണോമിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മൈക്രോ പറഞ്ഞത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിയെ കുറിച്ചോ അല്ല എങ്കിൽ ചെറിയൊരു വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ അതൊരു ചെറിയൊരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ചോ ആണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു രാജ്യം തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ലോകം തന്നെ എടുക്കുക, അല്ലെങ്കിൽ വലിയൊരു ഭൂപ്രദേശം എടുക്കുക. ഓക്കെ, അവിടെ മൊത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു രാജ്യം എടുക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് നടക്കുന്ന എക്കണോമീനെ ബാധിക്കുന്നതായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, നമ്മളതിനകത്ത് ആ രാജ്യത്തിൻ്റെ ഫോറിൻ ട്രേഡ് വരാം, ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് വരാം, ആ രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് വരാം, പിന്നെ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ ഡീഫ്ലേഷൻ എത്രമാത്രമുണ്ട് എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓരോരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ പലിശ നിരക്കുകൾ ഈ പറയുന്ന പോലെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകമാണ്. പിന്നീട് വരുന്നതാണ് GDP. ഓക്കെ, ആ രാജ്യത്തുണ്ടാകുന്ന പ്രൊഡക്ഷൻ. ഓക്കെ, അതും ഈ പറയുന്നത് പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ റിസഷൻസ് പറയാം, ഡിപ്രഷൻസ് പറയാം, അതുപോലെ തന്നെ എക്സ്പാൻഷനും ബൂംസും പറയാം. ഓക്കെ, ഇതൊക്കെ ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാം എന്തെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതും മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മാക്രോ എക്കണോമിക്സ് എന്താണ്? ഒരു രാജ്യം മൊത്തമായിട്ടെടുത്ത് ആ രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുഴുവനായിട്ടും പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഫോറിൻ ട്രേഡ് വരാം, ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് വരാം, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരാം, ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ വരാം, പിന്നീട് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ പലിശ നിരക്കുകൾ വരാം, GDP വരാം, ബിസിനസ് സൈക്കിൾ വരാം, എക്സ്പാൻഷനും ബൂംസും റിസഷൻസും ഡിപ്രഷനും വരാം. ഓക്കെ, ഇത്രയധികം കാര്യങ്ങൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇതിന് മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നതും നമുക്ക് പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ലെക്ചർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സ് നമ്മൾ പഠിച്ചു. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മാക്രോ എക്കണോമിക്സിലെ ബാക്കി ടോപ്പിക്കുകൾ വരുന്ന വീഡിയോകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.